ഹലോ ഗായ്സ്, കുട്ടു സമൂഹ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. എനിക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് അത്ര വലിയ പിടിയൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ കുറെ ആലോചിച്ചായിരുന്നു ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളും ഞങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. കാരണം പറയേണ്ടവർക്ക് പറയാം. പക്ഷെ നമ്മുടെ സാഹചര്യം, നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും നമ്മുടെ മരിച്ചുപോയ സുധിച്ചേട്ടന്റെ വൈഫ് രേണു ചേച്ചിയുടെ വീഡിയോസ് ആണ് ഫുള്ള്. ഫേസ്ബുക്ക് തുറന്നാൽ എന്റെ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല, ചേച്ചിയുടെ വീഡിയോസ് മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ. അപ്പം എല്ലാവരും ആ ചേച്ചീനെ എന്തോ വേറൊരു രീതിയിൽ കാണുന്ന പോലെ എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമായി കേട്ടോ. എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽസിന്റെ ഒരു ചെറിയ ബൈറ്റ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അത് കണ്ടിട്ട് എങ്ങനെ ഒരാളുടെ സ്വഭാവം എങ്ങനെ വിലയിരുത്താൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. മെയിനായിട്ടും ഈ വെറുപ്പിക്കൽ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയക്കാരാണ്. ആ ചേച്ചി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാലും മണം പിടിച്ച് അവിടെ ചെന്ന് ആ ചേച്ചിയുടെ പുറകെ പോയി കുത്തി 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 ചോദിച്ച് ഓരോന്ന് ചോദിച്ച് അതിന്റെ വായിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതെടുത്ത് തമ്പനയിലാക്കിയിട്ട് ഇങ്ങനെ റീച്ച് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അപ്പൊ ഞാനിതിപ്പോ പറയാൻ വന്നേന്ന് പറഞ്ഞാല്, ഞങ്ങൾക്കും ഇങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഇട്ടിട്ട് പോയ സമയത്ത് ഇനി എന്ത് എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ നിന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്നത്തെ ആ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവത്തില്ല. അന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. കാരണം അന്ന് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ കൊച്ചാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ തോന്നിയിട്ടുണ്ട്, അമ്മ അന്ന് എങ്ങനെയായിരുന്നു പെട്ടെന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പോയി കഴിയുമ്പോൾ എന്തെന്നുള്ള ഒരു ഇതിൽ അമ്മ അന്ന് പകച്ചു നിന്നല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ധൈര്യം. ഇപ്പം ഈ ചേച്ചിക്ക് എന്ന് പറഞ്ഞാല് ഓൾറെഡി സുധിച്ചേട്ടൻ ഫേമസ് ആയതുകൊണ്ട് ചേച്ചിക്ക് അങ്ങനെ തന്നെ ചേച്ചി ഓൾറെഡി ഫേമസ് ആണ്. പിന്നെ പുള്ളിക്കാരി എന്ത് ചെയ്താലും പുള്ളിക്കാരിക്ക് റീച്ച് കിട്ടുന്നുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ ഒരു ലൈഫ് തെരഞ്ഞെടുത്തു, അത് നല്ല കാര്യം. അപ്പം നമുക്ക് അന്നൊന്നും ഇങ്ങനെ ഇല്ല. നമ്മൾ ഏതായാലും ഇങ്ങനത്തെ ഒരു വഴി തിരഞ്ഞെടുക്കുകയില്ല, കാരണം നമ്മുടെ സാഹചര്യവും അതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ആ ചേച്ചിയുടെ കമന്റ്സ് കണ്ട് സത്യം പറഞ്ഞാലേ സങ്കടം വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളും ഈ ഒരു അവസ്ഥയിൽ കടന്നു പോയതുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഞാൻ ഈ പറയുന്നത് പറഞ്ഞാൽ, ഇങ്ങനെ മെസ്സേജ് കമന്റ് ഇട്ടത് കൊണ്ട് എന്താണ് പ്രയോജനം? ആ ചേച്ചിക്ക് ഏതായാലും പുള്ളിക്കാരി ഇപ്പൊ നല്ല ബോൾഡ് ആയിട്ടുണ്ട്. പുള്ളിക്കാരി പറഞ്ഞില്ല, നെഗറ്റീവ് ഇടുന്തോറും പുള്ളിക്കാരി എന്താ നെഗറ്റീവ്, ഇപ്പൊ ഒരു നെഗറ്റീവ് ഇല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് സങ്കടമാണ്. എന്തി നെഗറ്റീവ് എന്തി പുള്ളിക്കാരി ഇത് വായിച്ച് 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 പുള്ളിക്കാരി ഇപ്പൊ ഓക്കെ ആയി, മൈൻഡ് സെറ്റായി. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, അവൾക്ക് വേറൊരു ജോലി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ എന്താ അത് ചെയ്യാനെന്ന്. അപ്പൊ ആ ചേച്ചി തന്നെ പറയുന്നുണ്ട്, പുള്ളിക്കാരി ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. അപ്പം അക്കൗണ്ട്സിന്റെ ഒരു ജോലിയാണ് പുള്ളിക്കാരിക്ക് പറഞ്ഞത്. അപ്പൊ ഏക്ക് പൂക്ക് പിടിയില്ലാത്ത ഒരു ജോലിക്ക് പോയി എന്തിനാ വെറുതെ അവിടെ നഷ്ടം സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരി അതിന് പോവാതെ ഇത് തിരഞ്ഞെടുത്തത്. എന്തോ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ 2 പിള്ളേരെയും കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാല് എന്തുമാത്രം ചെലവാണെന്ന് നമുക്കറിയാം. അപ്പൊ അവർക്ക് ഇങ്ങനെ അവർക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാ എന്താ പ്രശ്നം? ഓരോ കമന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേന് എനിക്ക് തന്നെ ദേഷ്യം വരുമായിരുന്നു. കാരണം ഒരു ആണില്ലാതെ ജീവിക്കുന്ന ഒരു പെണ്ണിന് കേൾക്കേണ്ട വരുന്ന ഇത് എന്താന്ന് എനിക്കറിയാം. കാരണം ഞങ്ങളുടെ അമ്മ അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവരോട് എല്ലാവരോടും ഇപ്പം നമുക്ക് ഇതിങ്ങനെ പറയാനായിട്ട് നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമെങ്കിലും ഉണ്ട്. പക്ഷെ പണ്ട് ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലമുണ്ട്. അതായത് 10-20 വർഷങ്ങൾക്ക് മുന്നേ, എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇട്ടിട്ട് പോയിട്ട് 10-20-25 വർഷത്തോളം ആവുന്നു. അപ്പോൾ അന്ന് നമുക്ക് എല്ലാവരുടെയും വാ പോയി മൂടിക്കെട്ടാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞാനൊരു 6ാം ക്ലാസ് തൊട്ട് +2 വരെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. പിന്നെ അനിയത്തിനെ ഇടയ്ക്ക് ഹോസ്റ്റലിൽ കൊണ്ടാക്കി, പിന്നെ അവളവിടെ നിൽക്കാൻ വരാത്തതുകൊണ്ട് അവളെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അപ്പം ഈ ചേച്ചിക്ക് 2 ആൺപിള്ളേരെ, എൻ്റെ അമ്മ 2 പെൺപിള്ളേരെ വെച്ചുകൊണ്ട് തന്നെ ജീവിതം തുടങ്ങാമെന്ന് ആലോചിച്ച സാഹചര്യമൊക്കെ ഞാൻ ഈ സമയത്ത് ഞാൻ ആലോചിച്ച് പോവാ. അപ്പൊ എനിക്ക് അന്ന് ഇതൊന്നും അറിയത്തില്ല, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടും ഇല്ലാതെ അറിയത്തില്ല. ഞങ്ങൾ കൊച്ചായിരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ആ സാഹചര്യം ഒന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ഇത് ആലോചിച്ച് പോവുക. അപ്പോൾ ഒരു പെണ്ണ് തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നതൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ ആ ചേച്ചിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പബ്ലിക് ആയതുകൊണ്ട് നമുക്ക് പബ്ലിക്കായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് എന്തുവാന്ന്. എൻ്റെയൊക്കെ അമ്മേനെ നാട്ടുകാരൊക്കെ പറയുന്നത് ഇപ്പോഴും അവരുടെ പറച്ചിലിന് നിന്നിട്ടില്ല. നമുക്കറിയാം നമ്മുടെ അമ്മ എന്ത് കഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കറിയാം അമ്മ എന്ത് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയെന്നുള്ളത്. എൻ്റെ അമ്മ റോഡ് പണി ചെയ്തിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. പിന്നെ പണി ചെയ്ത് പിന്നെ അവസാനം അവിടെ ഫുഡ് വെക്കാൻ കയറി. ഇപ്പം അമ്മ അവിടെ ഭക്ഷണം, ഇപ്പം ഞങ്ങൾ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പോവാതിരിക്കില്ല. കാരണം ഈ അധ്വാനിച്ച് ജീവിച്ചവർക്ക് അവർക്ക് എപ്പോഴും അധ്വാനിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഇനിയിപ്പം വയ്യാത്ത കാലഘട്ടമാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, വരൂല എന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ കൊണ്ടുവരും. ഇതിൻ്റെ ഇടയിൽ കൂടെ അമ്മ ഇത് കാണുകയാണെങ്കിൽ മനസ്സിലിരിപ്പം എൻ്റെ ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ജീവിക്കട്ടെ എന്നേ, അവരുടെ ജീവിതമല്ലേ. എന്തിനാ നമ്മളിങ്ങനെ കമന്റ് ഇട്ട് വെറുപ്പിക്കാൻ പോകുന്നത്? ഈ പറയുന്ന നമ്മൾ ആരും ഒരു 10 പൈസ കൊടുത്ത് നമ്മൾ ആ ചേച്ചിനെ സഹായിക്കുന്നില്ല.
അവർക്ക് അവരുടെ ജീവിതമുണ്ട്. അവർക്ക് ഞാൻ നോക്കിയിട്ട് വലിയ പ്രായമൊന്നുമില്ല, 10-33 വയസ്സേ ഉള്ളെന്ന് അവർ പറഞ്ഞു, 32 അത്രേ വയസ്സേ ഉള്ളൂ. അവരിനിയും കല്യാണം കഴിച്ച് മരിച്ചവര് മരിച്ചു. നമുക്ക് ആ മരിച്ചവരുടെ ഇത് നമുക്ക് ഒരിക്കലും നികത്താൻ പറ്റത്തില്ല, അതങ്ങനെ തന്നെയാ എന്നും പറഞ്ഞ് ഭർത്താക്കന്മാര് മരിച്ചവരെല്ലാവരും ഇങ്ങനെ പോകണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്യണമെന്നോ എല്ലാവരും വീഡിയോ ചെയ്യണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ആ ചേച്ചി ഇത് സ്വീകരിച്ചു. കാരണം അങ്ങനെ പോകുന്നത് കൊണ്ട് ചേച്ചിക്ക് കാശ് കിട്ടുന്നുണ്ട്, ചേച്ചിയുടെ കുടുംബം പുലർന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അത് തിരഞ്ഞെടുത്തോട്ടെ. നമുക്ക് എന്താണേ, നമ്മൾ അവർക്ക് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല, അവർ നമ്മളെ ഉപദ്രവിക്കുന്നില്ല. പിന്നെ കാണാൻ താല്പര്യം ഇല്ലാത്തവർ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോവുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ ഞാനിത് എനിക്ക് എൻ്റെ നാട്ടില് ചിലരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ അത് ഇതിന്റെ ഇടയിലോട്ടൊന്ന് തിരികെ കയറ്റിയതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വിചാരിക്കരുത് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾ ഇങ്ങനെ പോകുന്ന, അവരെന്ത് ചെയ്താലും വേറെ മീനിങ്ങിൽ എല്ലാവരും എടുക്കത്തുള്ളൂ. എല്ലാവരും അങ്ങനെയാണെന്ന് ആരും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്നത്. ഇത് നിങ്ങളിൽ എത്രമാത്രം മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ ചിലരോടുള്ളൊരു മറുപടിയായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പം അവരവരുടെ ജീവിതം ആസ്വദിക്കട്ടെ. കുറച്ച് നാളല്ലേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. അപ്പൊ എന്തിനാ ഇങ്ങനെ കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെളിച്ച് ഇങ്ങനെ നമ്മൾ ജീവിക്കുന്നത്? അവരവരുടെ ജീവിതം, അവരവരുടെ സന്തോഷം എന്താന്ന് വെച്ചാൽ അവരൊരു തിരഞ്ഞെടുക്കട്ടെ. നമ്മൾ അവർക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല, അവർ നമ്മളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പിന്നെ പ്രശ്നം? അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ. എനിക്ക് അത്ര വലിയ പിടിയില്ലായിരുന്നു, എല്ലാവരും ക്ഷമിക്കണം, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. താങ്ക് യു സോ മച്ച്. ബൈ ഗൈസ്.